വേരാജാവേ, 1 വെച്ചാ 2, 2 വെച്ചാ 4, ആർക്കും വെക്കാം, എവിടെ വെക്കാം. വെച്ചോളി, ക്ലാറിന്റെ കളം കാലിയാണ്. വെച്ചോളി, 50 വെച്ചാ 100 വെച്ചോളി. ക്ലാവറിൽ വെക്കണ്ട, ആറ്റിൽ വെച്ചോ. ക്ലാവർ ചതിയനാ, ഞാൻ പറഞ്ഞു കേട്ടോ. മറ്റേ കാശ് ഇഞ്ഞും പോകും. 2 വെച്ചാ 4, 1 വെച്ചാ 2. പൊക്കാൻ പോകുന്നു. 1 2 3 ആ കമ്പനിക്ക് കള്ളക്കളി കളിച്ച് കാശ് പിടുങ്ങുന്ന പന്നി. എന്റെ 300 റാണി പിടുങ്ങി. നിന്റെ കള്ളക്കളി നീ അവസാനിപ്പിക്കടാ പട്ടി. നാരായണ ചതിക്കരുത്, പാവാണ്. പോയിക്കോ. ഒന്ന് പറഞ്ഞ കത്തി, രണ്ടാമത് കുത്ത്. അതാണ് നത്ത്. ഇതിനെ കരിമ്പായി അതിന് നമ്മക്കെന്താ? അയാളെ പണിയോട്ടെ. എന്താ പേടിയുണ്ടോ? ഏയ്, നമ്മളെന്തിനാ പഠിക്കുന്നത്? പോവാ. എടാ തത്തേ, എന്തോ ഇവിടെ വാ. ഞാൻ ചെല്ല്. ആ വിളിക്കണേ. ഇവിടെ വാ. ഞാൻ എന്തിനാണ് നിങ്ങളെ മുമ്പിൽ സംസാരിക്കുന്നിടത്ത്? ചെല്ലേന്ന്. ഇവിടെ വരാനല്ലേ പറഞ്ഞ? ആ പെണ്ണെവിട? ഏത് പെണ്ണ്? നീ കെട്ടിയ പെണ്ണ്. കെട്ടിയ പെണ്ണോ? കള്ളക്കളി കളിച്ചാ 2ന്റെ എല്ലി ഓടിക്കും. നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമിനറിയാം. എവിടാ അവള്? എനിക്കറിയില്ല. കിട്ടിയ അന്ന് തന്നെ ഞാൻ പോകുന്നു. എത്ര കാശ് കിട്ടി? 5000 രൂപ. 2000 കിടക്ക്. ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലടാ? അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഇപ്പറഞ്ഞോ, നിന്നെ വിളിക്കാൻ പറഞ്ഞ ഞാനാ. കാശെടുക്ക്. എന്റെ 10 പൈസ ഇല്ല. വേണ്ട. പെണ്ണ് കെട്ടിട്ട് ഒരു വാക്ക് മുണ്ടിയില്ലല്ലേ പായ. പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടേ. നമ്മളെ ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ്? ഞാൻ പോവാൻ എനിക്ക് ഓട്ടമുണ്ട്. നിനക്ക് ഓട്ടം ഉണ്ടാവുമല്ലോ, കാശ് തീർന്നല്ലോ. എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളെ കുറെ ദിവസമായി അന്വേഷിക്കണു. നാരായണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല. ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്നതല്ലേ? അത് ചില തന്തയില്ലാത്തവന്മാരെ സൂക്കടാ. എന്നെ നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ പുളിച്ച് പറഞ്ഞു കൊടുത്തേനെ. അയ്യോ, ഞാനിങ്ങനെ വിളിക്കൊന്നുമില്ല. നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ 10 പവൻ പോയേനെ. അന്ന് എന്റെ കൈ കാശില്ലായിരുന്നു. ദേ, ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയല്ലോ. ഇനിയും വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടാ മതി. ചെറിയ തുക വല്ലതും വേണമെങ്കിൽ തരാം. പേരെന്താ? ആശ. ദേ, ആ സ്കൂളിനടുത്താ താമസം. എവിടെയാ വീട്? വീട് അടുത്തന്നെ. ജോലി ഇങ്ങനെ സഹായിക്കാം. ആരെ എന്തിനു സഹായിക്കാം. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ വരുമല്ലേ? പിന്നെ പക്ഷെ കാശ് തരണം. പിന്നെ അന്വേഷിക്കുമ്പോ വെറും ആരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ പിടികിട്ടിന്ന് വരില്ല. നേരത്തെ പറഞ്ഞ പക്ഷിയുടെ പേരൂടെ പറഞ്ഞാൽ മതി. അതെ. ഒരു പ്ലേറ്റ് ഇറച്ചും കൂടെ എടുത്തേ. ഇത് എത്രാമത്തേടാ നാരായണ? തനിക്ക് മുടക്കൊന്നുമില്ലല്ലോ. എന്നാലും ഒരു മര്യാദ വേണ്ടേ? കഴിക്കട്ട് പയലിച്ചേട്ടാ, ഒറ്റ തടിയല്ലേ. എടാ നാരായണ, നിന്നെ അന്വേഷിച്ച ഒരാൾ വന്നിരിക്കണേ. ആരാണെന്ന്? നീ ആള് കാഞ്ഞ വിത്താണല്ലോടാ. ഞങ്ങളെ ഒന്ന് അറിയിക്കാൻ നീ കാര്യം ഒപ്പിച്ചോളഞ്ഞല്ലേ? ദേ ഇവിടെ ഉണ്ടിട്ടാ. എന്റെ നാരായണൻ ചേട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കി പറ്റിച്ചു പോന്നില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കരയില്ലെന്ന്. എന്ത് പ്രശ്നമായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാലോ. എന്ത് കഷ്ടാടാ നീ കാണിക്കണേ? കെട്ടി പെണ്ണിനെ ആരെങ്കിലും കരയിപ്പിക്കോ? അതിന് ഞാനങ്ങനെ ശരിക്കും കെട്ടിയിട്ടൊന്നുമില്ല. അത് കൊള്ളാമല്ലോ. ആരാ പറഞ്ഞ എന്നെ കെട്ടിയിട്ടില്ല എന്ന്? കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയതും മാല ഇട്ടതും ഒക്കെ അങ്ങ് മറന്നോ? ഏത് കൃഷ്ണൻ? ഭഗവാൻ കൃഷ്ണൻ. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുകയും ചെയ്തു. നേരാണോടാ ഇവിടെ പറയണത്? മാലയിട്ട നേരാണ്. ഒരുമിച്ച് കുറച്ചു നേരം ഒരു വീട്ടിലുണ്ടാകുകയും ചെയ്തു. പക്ഷെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവരുടെ കെട്ടികളൊന്നുമല്ല. അയ്യോ എന്റെ ഈശ്വരാ, ഞാൻ ചാവേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇപ്പൊ കിട്ടും. ഇവിടെ പറ്റില്ല. ഇത് എന്റെ കടയാ. ഭാര്യം ഭർത്താവ് വേഗം പുറത്തേക്ക് ഇറങ്ങിയേ. എത്ര കാശായി? 19 രൂപ. നാരായണേട്ടാ, അവിടെ നിൽക്ക് നാരായണേട്ടാ. ഇത് എങ്ങോട്ടായി പോന്നേ നാരായണേട്ടാ? എങ്ങോട്ടാ നാരായണേട്ടായി പോന്നേ? എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും. എനിക്ക് വീടില്ലടി. എന്നാ എന്റെ കൂടെ വാടക വിടാനാലും നമുക്ക് അവിടെ കഴിയാം. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? എന്നെ നാട്ടിക്കാൻ വന്നിട്ടല്ലോ. ചവിട്ടി ഒരു കൊടുക്കണം ഞാൻ. എടാ നാരായണ, അവള് പറയുന്നു. അവന്റെ അമ്മയുടെ ഒരു മധ്യസ്ഥം. എന്നോട് കളിച്ചാണ്ടല്ലോ, കൊന്നേം കടലിൽ തത്തും. ഇനി മേലാൽ ഈ പരിസരത്ത് കണ്ടുപോലും. 100 രൂപയോ? ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നേ?
ഞാൻ പോട്ടെ, എന്നെ മറക്കരുത്. ഒഴിവ് കിട്ടുമ്പോ അങ്ങോട്ട് വരണം, ഞാൻ കാത്തിരിക്കും. കള്ളൻ മോൻ കണ്ടില്ലേ, ഒരു ഗൗരവം. ഒന്ന് ചിരിച്ചേ. പോട്ടെ. പോടാ പോടാ പോടാ. അയ്യോ, എന്റെ ഒന്നുമില്ല ഭായി. അതിന് ഈ കള്ളത്തനം കാണിക്കണോടാ സൈത്താൻ. നിനക്കൊരു വേല ചെയ്യാമോ? എന്ത് വേലയാ? ഒരാളെ ഒന്ന് ഒതുക്കാമോ? ചെറുതായിട്ടാണെങ്കിൽ. ചെറുതല്ലെങ്കിൽ നിന്നെ വിളിക്കുവോ? കയ്യോ കാലോ ഓടിച്ചാ മതി. ആളെങ്ങനെയാ? നിന്റെ എത്ര ഉണ്ടാവും? നേരിട്ട് മുട്ടണ്ട, നല്ല കാശ് വാങ്ങി തരാം. ഒരു 2000 കിട്ടുമോ? 10 പറഞ്ഞിട്ടുണ്ട്, 5 എനിക്ക് എത്തിച്ചേക്കണം. ആളാരാ? അയ്യപ്പൻ നായർ. അയ്യപ്പൻ നായരോ? അയ്യപ്പൻ നായരെ കണ്ടാൽ ആളും ഡീറ്റെയിൽസും കിട്ടും. ഏറ്റോ? ഏറ്റു. അച്ഛാ, നമസ്കാരം. ആ നമസ്കാരം. താന് പിന്നെ കൊന്നേലോടോ? അയ്യോ, അങ്ങനെ പറയരുത്. സാറിനെ കണ്ടെന്നു സംസാരിക്കാൻ വേണ്ടി വന്നതാ. എവിടേക്കാണാവോ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് കാണാനാ. അപ്പൊ വെയിറ്റ് ചെയ്യണ്ടെന്ന് അർത്ഥം. നമ്മളെ കുറിച്ചൊക്കെ നല്ല വാക്ക് പറഞ്ഞു കേട്ടോ സാറേ. തന്നെ കുറിച്ച് പറയുമ്പോ നല്ല വാക്കുകളൊന്നും ഇല്ലല്ലോ മുതലാളി. മറ. ഓ, അതാണ് കക്ഷി. നേരിട്ട് മുട്ടണോ? അത് പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ. നേരിട്ട് മുട്ടാനാണെങ്കിൽ തന്നോട് പറയൂ. അല്ല, നേരിട്ട് വേണേലും മുട്ട. വേണ്ട. സ്കൂട്ടറിലാണ് വരവും പോക്കും അല്ലേ? അതെ. എന്താ? കയ്യോ കാലോ തന്നെ ഓടിയണമെന്നുണ്ടോ? നടുവായാലും പോരെ? എന്തായാലും വേണ്ടില്ല. ഒരു 3 മാസെങ്കിലും ലീവ് എടുത്ത് പ്ലാസ്റ്റർ ഇട്ട് കിടക്കണം. അത്രയല്ലേ ഉള്ളൂ? ശരി, വണ്ടി പോട്ടെ. നീ എവിടെ ഇരി, ഞാൻ നത്തിനെ കണ്ടുവരാം. ഞാനും വരാം മേദിനിക്ക. വേണ്ട, നത്ത് നിന്നെ കണ്ടാ വിടൂല. നൂൺ ഷോക്ക് തിയേറ്ററിൽ എത്തിച്ചേരാൻ പാർട്ടിനോട് അഡ്വാൻസ് വാങ്ങിയതാ. ആറിനിട്ടും കാശല്ലേ? നത്തിന്റെ കാശ് നമ്മളെ സ്വന്തം കാശാ. അത് എപ്പോഴും ഉണ്ടാവും. ഇത് ആരാന്റെ പോക്കറ്റ് കെടുക്കുന്ന കാശല്ലേ. അവന്റെ പൊന്നു മോള് ഇവിടെ ഇരിക്കട്ടോ. ഇതാണ് പറഞ്ഞത്. എന്റെയും പറയുമ്പോ ഇതിന് മൂന്ന കണിപ്പിക്കും. മൊയ്തീൻക്കല്ലേ പറയണേ, എന്റെ പൊന്നു മോള് ഇവിടെ ഇരിക്കും. വരെ നാരായണ 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 ചത്ത വേണ്ടാറോ നത്തേ. അല്ല, ഇന്നലെ എന്തേലും കോള്? ഒരു പെറ്റി കേസ്. അത് നോണ. സത്യം ബോധിപ്പിക്കാൻ നീ ആരാ? മൈസൂരേട്ടാ? അല്ല, പെറ്റി കേസായാലും നമുക്കൊന്ന് കൂടണ്ടേ? കൂടാ, വൈകുന്നേരം ആവട്ടെ. മതി. ആ, പിന്നെ നമ്മളെ കരീംബായി അന്വേഷിച്ചിരുന്നു കേട്ടോ. എപ്പോ? കാലത്ത് എന്തോ കോളാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം. ആ, അല്ല ഇന്ന് വേണ്ട, നമുക്ക് നാളെ കൂടിയാലോ? ഇന്ന് കീരിത്തോട് പാലത്തിന് അവിടെ ആരോ ചത്തിട്ടുണ്ട്. ആരാ? ആര് കണ്ട്? ആളും പോലീസൊക്കെ കൂടിയിട്ടുണ്ട്. ഇനി വല്ല കൊലപാതകമായിട്ടാണ് ഒന്നും അറിയാണ്ട് നമ്മളെന്ന് പെടണ്ടല്ലോ. കൂടുതൽ നമുക്ക് പിന്നെ ആവാം. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയായി. ഇതിപ്പോ കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരില്ലോ എന്റെ ഈശ്വര. ഒന്നും മിണ്ടാതിരിക്കടോ. പോലീസും നാട്ടുകാരും പറയുന്നത് സ്കൂട്ടർ ആക്സിഡന്റ്. താൻ പറഞ്ഞത് കൊലപാതകമാക്കുകയും ചെയ്യും, കൊലക്കയറ് വാങ്ങുകയും ചെയ്യും. ഇങ്ങോട്ട് വാടാ. എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് അവനെ കാണണ്ട. അത് കൊള്ളാം. ഇത്രയും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാണണ്ടെന്നോ? ഇരിക്കണത്തെ. ഞാനിവിടെ വന്നോ? അച്ഛാ, ഇനി നിനക്ക് എന്റെ മുമ്പിലിരിക്കാം. സമ്മതിച്ചിരിക്കുന്നു. അയ്യപ്പനാരെ, ഇവൻ ആവശ്യപ്പെടുന്ന തുക കൊടുത്തേക്കണം. അതിന് ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം. കൊല്ലാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം മരിച്ചു എന്നുള്ള സത്യം തന്നെയാണല്ലേ? എനിക്ക് അറിയാണ്ട് പറ്റിപ്പോയതാ. അത് ശരി. ചക്ക വീണ് ചത്ത മൊയിലാണല്ലേ. ഏതായാലും കുറച്ച് കാശ് കൂടി മേടിച്ചോ. എന്താ? ഓ, കൊടുക്കാം. എനിക്ക് ഒളിവിൽ പോണം. അതെന്തിനാ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ SI വണ്ടി നിർത്തി എന്റെ മുഖത്തിട്ട് കുറേ നേരം നോക്കി.
എന്നെ സംശയം ഉണ്ടാവുന്ന തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇത് അവസാനം എന്റെ പെടലേക്ക് വരും. പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെയാണ്. അയാളുടെ ഭാര്യ എനിക്കറിയാം. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അവർക്കും സംശയം തോന്നും. അയ്യോ കണ്ടോ കണ്ടോ കണ്ടോ, ഒരു കിനാവള്ളി പോലെ കേറി വരുന്നു കണ്ടോ. ഇനി തന്നെ ഞാൻ ഇവിടെ അടിച്ചു പുറത്താക്കും. അയാളുടെ ഭാര്യയുമായിട്ട് നിനക്കെന്താ ബന്ധം? ഒന്നുമില്ല, എനിക്കവരെ അറിയാം. ഒരു പാവം പെണ്ണ. അത് ശരി. ഉടനെ നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? അവരുടെ വീട്ടിൽ പോവുക, എല്ലാറ്റിനും അവരോടൊപ്പം ഉണ്ടായിരിക്കുക. ഞാൻ പോവൂല, എന്നെ സംശയിക്കും. സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായതിന് നിന്നെ സംശയിക്കുന്നതിനാ? അഥവാ ആർക്കെങ്കിലും മറിച്ചു തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നത്, മനസ്സിലായോ? ഓ, പിന്നെ നിന്റെ വായിൽ നിന്നെങ്ങാനിത് പുറത്തു പോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും, അതും മനസ്സിലായിക്കോ.